പാലക്കാട്ട് 9 വയസ്സുള്ള വന്ദന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വീട്ടിന്റെ മുറ്റത്ത് കളിച്ചോണ്ടിരിക്കുമ്പോൾ വീണു, കൈയിന്റെ എല്ല് പൊട്ടി. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. സർക്കാർ ആശുപത്രിയിൽ പോയാലേ അവർക്ക് ചികിത്സിക്കാനുള്ള വകയുള്ളൂ. ചികിത്സിക്കാൻ പോയി. ഡോക്ടർ എന്ത് ചെയ്തു? ഇവിടം വരെ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ട് പറഞ്ഞയച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് കുട്ടിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. കരഞ്ഞ് തളർന്നപ്പോ ആ കുട്ടിയെയും എടുത്ത് അമ്മ ആശുപത്രിയിൽ ചെന്നു. ഉടനെ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടോ? അമ്മ ചോദിച്ചു, ഞങ്ങളുടെ കയ്യിൽ എവിടുന്നാ 1.5 ലക്ഷം ഉറുപ്പ്യ? ഞങ്ങൾ കൂലിപ്പണിക്ക് പോകുന്നവരാണ്. ഇന്ന് ഞങ്ങൾക്ക് കൂലിപ്പണിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ കുട്ടിയും എടുത്ത് വന്നതുകൊണ്ട് വീട്ടിൽ പട്ടിണിയാണ്. ഞങ്ങൾ എന്തു ചെയ്യും? 1.5 ലക്ഷം ഉറുപ്പ്യ ഉണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രി പോയിക്കോ, ഇവിടുന്ന് അതൊക്കെ പറ്റുള്ളൂ. ആ അമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ കരച്ചിൽ നിങ്ങൾ കാണുന്നില്ലേ? അവിടെ വേദന മാറ്റണ്ടേ? വേദനക്കുള്ള ഗുളികയും കൊടുത്ത് പറഞ്ഞയച്ചു. വീണ്ടും 5 ദിവസം ആ കുട്ടി കരച്ചിലോട് കരച്ചിൽ. അവസാനം ബോധം പോകുന്നു എന്ന ഘട്ടം വന്നപ്പോ ആ കുഞ്ഞിനെയും എടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വന്നു. ഡോക്ടർമാര് പ്ലാസ്റ്റർ വെട്ടി. ആ അമ്മയെ കാണാൻ വേണ്ടി പോയപ്പോ അമ്മ എന്നോട് പറഞ്ഞതാണ്, ഒരുതരം രൂക്ഷമായ ദുർഗന്ധം പുറത്തേക്ക് വന്നിട്ട് ഞാൻ നൊന്തു പ്രസവിച്ച അമ്മയാണെന്ന് ഞാൻ മറന്നുപോയി. ഞാൻ പോലും അറിയാതെ എൻ്റെ മൂക്ക് കുത്തിപ്പോയി. നിങ്ങൾ അറിയണം, ആ കുട്ടിയുടെ വലത് കൈ അവസാനം മുറിച്ചു മാറ്റി. എന്താ കാര്യം എന്നറിയോ? കൈയിന്റെ എല്ല് പൊട്ടിയിട്ട് എല്ല് പുറത്തേക്ക് വന്നു. അവിടെ മുറിവിനുള്ള മരുന്ന് വെക്കാതെ ഒരു പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞയച്ചതാണ്. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ചികിത്സ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ആ കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയിട്ട് ആ അമ്മ പറഞ്ഞു, എനിക്കൊരു രൂപ പോലും നട്ടപരിഹാരം കിട്ടിയിട്ടില്ല. അവസാനം ആ കുട്ടിക്ക് കൃത്രിമ കൈ വെച്ചു കൊടുക്കാൻ വേണ്ടി തയ്യാറായ നേതാവിന്റെ പേര് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. ആരോഗ്യമന്ത്രി തിരിഞ്ഞു നോക്കിയില്ല.